എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഒന്ന് സോയ ചങ്ക്സ് വെച്ചിട്ട് അടിപൊളി ഈവനിങ് സ്നാക്കാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ സോയ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഒരു അരമുക്കാൽ മണിക്കൂർ നേരം വെള്ളത്തിലിട്ട് അതിൻ്റെ വെള്ളമൊക്കെ നല്ലപോലെ പിഴിഞ്ഞെടുത്ത് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നതാണ്. ഇനി ഇതിലേക്ക് 2 പച്ചമുളക്, ഒരു സവാള, കുറച്ച് ചെറിയ സവാള കട്ട് ചെയ്തത്, കുറച്ച് മല്ലിയില, പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി, 2 വലിയ വെളുത്തുള്ളി, ഇത്ര ഇട്ടിട്ട് നമുക്കത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് വരാം. കുറച്ചൊന്ന് പൊടിച്ചിട്ട് വരാം. 2 ട്രിപ്പായിട്ടാണ് കേട്ടോ ഞാനിതൊന്ന് ക്രഷ് ചെയ്തെടുത്തിരിക്കുന്നത്. ഒരുപാട് ചതഞ്ഞരഞ്ഞ് പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഇതേ രീതിയിലാണ് വേണ്ടത്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്തെടുക്കാം. പിന്നെ വേണ്ടത് പെപ്പർ പൗഡറാണ്. അതൊരു 1/2 മുതൽ 1 ടീസ്പൂൺ വരെ ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ അതായത് ചാറ്റ് മസാല ഉണ്ട്, അതൊരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇട്ട് കൊടുക്കുന്നത് അരിപ്പൊടിയാണ് കേട്ടോ, വറുത്ത അരിപ്പൊടി ഒരു 1.5 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് മല്ലിപ്പൊടി, അത് 1/2 ടീസ്പൂണാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് മസാല പൗഡറും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ കൈ കൊണ്ട് ഒന്ന് മിക്സാക്കി കൊടുക്കാം. അരിപ്പൊടി ചേർക്കുമ്പോൾ നമുക്കിതൊന്ന് റൗണ്ട് ഷേപ്പിലോ അല്ലെങ്കിൽ ഓവൽ ഷേപ്പിലൊക്കെ ഒന്ന് കട്ട്ലേറ്റ് രീതിയിൽ പിടിച്ചെടുക്കാനായിട്ട് പറ്റും. നമ്മളിതിൽ പൊട്ടറ്റോ അങ്ങനെയുള്ളതൊന്നും ചേർക്കണില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അരിപ്പൊടി ചേർത്തിരിക്കുന്നത്. അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഒരു ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഒരു ഓവൽ ഷേപ്പിൽ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുകയാണ്. റൗണ്ടാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് റൗണ്ട് ഷേപ്പിലും ഓവൽ ഷേപ്പിലും ചെയ്തെടുക്കുന്നുണ്ട്. ഈ കട്ട്ലേറ്റ് കഴിക്കുമ്പോൾ സോയാണെന്ന് തോന്നുകയില്ല കേട്ടോ, അത്രയ്ക്ക് ടേസ്റ്റാണ് കേട്ടോ. നല്ലൊരു ഈവനിങ് സ്നാക്കാണ്. അപ്പോൾ അതെല്ലാം ഇതുപോലെ ഷേപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചെടുക്കാം. അതിലേക്ക് ഏതെങ്കിലും ഒരു വെജിറ്റബിൾ ഓയിലോ ഏതാണെങ്കിലും ഒഴിച്ചെടുത്തിട്ട് നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഒരുപാട് ഓയിലിൻ്റെ ആവശ്യമൊന്നുമില്ല, മുങ്ങിക്കിടന്ന് അങ്ങനെ പൊരിക്കണില്ല കേട്ടോ. ഇത് ചെറുതായിട്ട് ജസ്റ്റ് ഒന്ന് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ഓയിലിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ എല്ലാം ഇതുപോലെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു വശം മുരിഞ്ഞപ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം. ഒന്ന് സൂക്ഷിച്ച് തിരിച്ചിട്ട് കൊടുക്കണം കേട്ടോ. നമ്മളിതിൽ കോട്ടിങ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് പതുക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അടിപൊളിയായിട്ട് നമ്മുടെ സോയ ചങ്ക്സിൻ്റെ കട്ട്ലേറ്റ് ഇവിടെ സെറ്റാണ് കേട്ടോ. വേണമെങ്കിൽ ഒരു കോട്ടിങ്ങൊക്കെ കൊടുത്തിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം കേട്ടോ. മൈദയിൽ മുക്കിയിട്ടോ അല്ലെങ്കിൽ മുട്ടയും പിന്നെ ബ്രെഡ് ക്രംസൊക്കെ വെച്ച് നമ്മൾ കട്ട്ലേറ്റിന് ചെയ്യില്ലേ, അതുപോലെ വേണമെങ്കിൽ നമുക്കിത് ചെയ്തെടുക്കാം. പക്ഷെ ഇപ്പം ഞാൻ അതുപോലെ ഒന്നും ചെയ്യണില്ല കേട്ടോ, വെറുതെ ഇങ്ങനെ പൊരിച്ചെടുക്കുകയാണ് ചെയ്യണത്. പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നല്ലൊരു ഈവനിങ് സ്നാക്കായിട്ട് അടുത്തൊരു വിഭവമായിട്ട് വരുന്നവരെ പോയിട്ട് വരാം.